അപ്പോൾ കീം പ്രീവിയസ് ഇയറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുന്നത്. ദ ഡൊമൈൻ ഓഫ് ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 4 പ്ലസ് 1 ബൈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6. മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു മോഡൽ ചോദ്യം ബോർഡ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചു കാണുന്നതുമായിട്ടുള്ള ചോദ്യം. ഇത് മൊത്തത്തിലായിരിക്കും, ഏതെങ്കിലും ഒരു പാർട്ടായിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇത് മാത്രമായിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോക്കുന്നത് ഇത് രണ്ടും ഉണ്ട്. നമുക്കറിയാം റൂട്ടിനകത്ത് നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. റൂട്ടിനകത്ത് നമുക്കറിയാം എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ വരാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നത്. ഡിനോമിനേറ്ററിൽ നമുക്കറിയാം 0യും വരാൻ പറ്റൂല. സോ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ വാല്യൂ, മക്കളെ ഇവിടെ നോക്കിക്കേ, ഈ വാല്യൂ എക്സ് സ്ക്വയർ മൈനസ് 4. അപ്പൊ നമുക്ക് ഇവിടെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന എക്സ് സ്ക്വയർ മൈനസ് 4 എന്താണ് മക്കളെ? റൂട്ടിനകത്ത് വരുന്നതാണ്. സോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത് പറയാൻ പറ്റുന്നത് ഇതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പക്ഷെ ഈക്വൽ ടു 0 വരാൻ പറ്റുമോ? ഈക്വൽ ടു 0 എന്നാൽ റൂട്ട് 0 ആയി പോകും, ഡിനോമിനേറ്റർ 0 ആയി പോകും. അപ്പൊ ഈക്വൽ ടു 0 വരാൻ പറ്റില്ല. ഇവിടെ ഗ്രേറ്റർ ദാൻ 0 മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 6 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എക്സ് സ്ക്വയർ മൈനസ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അഥവാ നമുക്ക് പറയാം എക്സ് പ്ലസ് 2 എക്സ് മൈനസ് 2 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇത് പോസിറ്റീവ് ആകണം. ഇത് പോസിറ്റീവ് ആകുന്ന എപ്പോഴാണ് മക്കളെ? നോക്കിക്കേ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഓക്കെ, സോ ഇതൊരു യു മോഡലിലായിരിക്കും വരുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ റഫ് ആയിട്ട് ഇതിന്റെ ഒരു ഗ്രാഫ് നമ്മൾ ഇവിടെ വരച്ചു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താ, ഇതൊരു യു മോഡലിലാണ്. ഇതിന്റെ പോയിന്റ് എവിടെയൊക്കെ വരുന്നത്? ഇത് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അപ്വേർഡ് ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അറിയാം ഇത് എന്താണ്? -2 ആയിരിക്കും നമ്മളുടെ പോയിന്റ്സ് വരുന്നത്. സോ -2ഉം 2ഉം ആയിരിക്കും പോയിന്റ്സ് വരുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ആകുന്നത് എപ്പോഴാണ് മക്കളെ? -2നെ കാട്ടി ചെറുതോ 2നെ കാട്ടി വലുതാകുമ്പോഴാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ട്രിക്ക് വെച്ച് നമുക്ക് പറയാൻ പറ്റണം, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ രണ്ടും പോസിറ്റീവ് വരുന്ന, എക്സ് പോസിറ്റീവ് ആയിട്ട് വരുന്ന രീതിക്കാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അതിന്റെ പോസിറ്റീവ് വാല്യൂല്, ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ രണ്ടിന്റെ എക്സ് സോൾവ് ചെയ്താൽ ആ എക്സ് ഏറ്റവും വലുത് ഏതാണോ അതിനെക്കാട്ടി വലുതും, ഓക്കെ, എക്സ് ചെറുത് ഏതാണോ അതിനെക്കാട്ടി ചെറുതുമായിരിക്കണം. ഇനി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഇടയ്ക്കായിരിക്കണം വാല്യൂ വരേണ്ടത്. അപ്പൊ അതെങ്ങനെ വരും? ഇതിന്റെ ഇപ്പൊ എന്താണ്? വലുതിന്റെ വാല്യൂവിനെ കാട്ടി ചെറുതും ചെറുതിന്റെ വാല്യൂവിനെ കാട്ടി വലുതുമായി ആ രീതിക്കായിരിക്കും വരേണ്ടത് പറയാം. അപ്പൊ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിന്റെ വലുത്, അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു -2ഉം 2ഉം ആണ് എഴുതുന്നത്. അപ്പോൾ 2നെ കാട്ടി വലുതും -2നെ കാട്ടി ചെറുതുമായിരിക്കും. കാരണം -2നെ കാട്ടി ചെറുതെന്ന് പറയുമ്പോൾ രണ്ടും നെഗറ്റീവ് ആകും, നെഗറ്റീവ് ടൈംസ് നെഗറ്റീവ് പോസിറ്റീവ് ആകും. ഇനി 2നെ കാട്ടി വലുതെന്ന് പറയുമ്പോൾ രണ്ടും പോസിറ്റീവ് ആകും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 0യും വരാം. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടാം? എക്സ്, ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നത് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2, അല്ലെങ്കിൽ നമുക്ക് ഓർഡറിൽ തന്നെ എഴുതിപ്പോ ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. ഇവിടെ നിന്ന് പറയാൻ പറ്റും എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇനി ഇപ്പുറത്ത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം കൂട്ടുമ്പോൾ -7ഉം വരണം. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? എക്സ് -1ഉം എക്സ് -6ഉമാണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ഇവിടെയും സെയിം രീതിക്കാണ്. അപ്പൊ ഇവിടെ എക്സിന് വരാൻ പറ്റുന്ന വാല്യൂ 6ഉം 1ഉം ആണ്. ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് 6നെ കാട്ടി വലുതും 1നെ കാട്ടി ചെറുതും. ഇനി നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കാനാണ് നോക്കുന്നതെങ്കിൽ നോക്കിക്കേ മക്കളെ, ഗ്രാഫ് ഇതാ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ 1ഉം 6ഉമാണ്. സോ 1ഉം 6ഉമാണ് വരുന്നത്. എക്സ് സ്ക്വയർ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ അപ്വേർഡ് ആയിരിക്കും. സോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയാം ഇതിന്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആകുന്നപ്പോഴാണ്, 1നെ കാട്ടി ചെറുതും 6നെ കാട്ടി വലുതാകുമ്പോഴാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പറയാം എക്സ് ഷുഡ് ബി, ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് പറയാൻ പറ്റുന്നത് എന്താണ്? എക്സ് ഷുഡ് ബി ലെസ് ദാൻ 1ഉം എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 6ഉം. ഓക്കെ, ഇത് രണ്ടും ഓറാണ് വരാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യത്തെ കേസിൽ കിട്ടിയത്, ഇതാണ് രണ്ടാമത്തെ കേസിൽ കിട്ടിയത്. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കേ, ഇതിന്റെ റീജിയനോ ഇതിന്റെ റീജിയൻ രണ്ടിന്റെയും കൂടെ കോമൺ റീജിയനാണ് നമ്മളുടെ ഡൊമൈനിൽ വരാനുള്ളത്. കാരണം ഇതും കറക്റ്റ് ആയിരിക്കണം, ഇതും കറക്റ്റ് ആയിരിക്കണം. അപ്പൊ രണ്ടും കറക്റ്റ് ആകണമെങ്കിൽ രണ്ടിനെയും കോമൺ റീജിയൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ ലൈനിൽ ഒന്ന് വരച്ചു നോക്കാം. ഇതാണ് നമ്മളുടെ നമ്പർ ലൈൻ. ഓക്കെ, നമുക്കിവിടെ എന്തൊക്കെ ആവശ്യമുണ്ട്? ഇവിടെ 0 ഉണ്ട്, 0യിലേക്ക് കുറച്ച് പുറത്തോട്ടിരിക്കാം. നമുക്ക് ഇവിടെ -2 മാത്രമല്ല ആവശ്യമുള്ളൂ. ഇവിടെ 0 ഉണ്ട്, ഇവിടെ -2 ഉണ്ട്,
ഓക്കെ, ഇവിടെ നമുക്ക് എന്തുണ്ട്? 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 6 ഉണ്ട് എന്ന് വിചാരിക്കുക. ആദ്യം നമുക്ക് യെല്ലോയിൽ നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്യാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2. അപ്പോൾ അതാ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -2ഉം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2ഉമാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് വേറൊരു കളറിൽ അത് മാർക്ക് ചെയ്ത് നോക്കാം. എക്സ് ലെസ് ദാൻ 1ഉം ഗ്രേറ്റർ ദാൻ 6ഉമാണ്. രണ്ടിൻ്റെയും കോമൺ റീജൻ ഒന്ന് നോക്കിക്കേ മക്കളെ. ജസ്റ്റ് നമുക്കൊരു ബ്ലൂ എടുക്കാം. ഓക്കെ, രണ്ടിൻ്റെയും കോമൺ റീജൻ ഇങ്ങോട്ട് നോക്കിയാൽ കോമൺ റീജൻ ഇതിൻ്റെ ഇപ്പുറത്തോട്ടാണ് അല്ലേ? അങ്ങോട്ട് നോക്കുമ്പോൾ കോമൺ റീജൻ വരുന്ന ഇതിൻ്റെ അപ്പുറത്തോട്ടാണ്. ഓക്കെ, അപ്പൊ ഇതുമാണ് കോമൺ റീജൻ വരുന്നത്. അപ്പോൾ -2നെ കാട്ടി ചെറുതും -2ന് ഈക്വൽ, രണ്ടിലും -2 ഉണ്ട് അല്ലേ? അപ്പൊ -2 ഓർ ലെസ്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം മക്കളെ? അപ്പൊ നമുക്കിവിടെ പറയുകയാണെങ്കിൽ -∞ തൊട്ട് -2 വരെ ക്ലോസ്ഡ് ആണ്, -2 ഉൾപ്പെടും. ഓക്കെ, യൂണിയൻ എന്താ വരേണ്ടത് മക്കളെ? ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതില് 6 ഇല്ല, ഇവിടെ 6 ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ 6 ഇല്ലാത്ത റീജിയൻ. ഓക്കെ, സോ ഓപ്പൺ 6 ടു ഇൻഫിനിറ്റി, ഇതാണ് വരേണ്ടത്. ഇതിവിടെ ഓപ്ഷനിലുണ്ടോ നോക്കിക്കേ മക്കളെ. നമ്മളിവിടെ നോക്കുമ്പോൾ 6ൽ നിന്ന് കുറയ്ക്കുക, 6ൽ നിന്ന് ഏത് പോർഷൻ ഒഴിവാക്കണം. അപ്പൊ ഇവിടെ ഇതാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. അപ്പൊ റിയൽ നമ്പറിൽ നിന്ന് 6 ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് ഉത്തരം. റിയൽ നമ്പറിൽ നിന്ന് ഈ ഭാഗം ഒഴിവാക്കിയാൽ കിട്ടുന്നതാണ് ഉത്തരം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? R- ഇതിനെ എങ്ങനെ എഴുതാം? R- ഇത് തൊട്ട് ഇതുവരെ ഇതിൽ 2 ഉത്തരത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? -2 ഉത്തരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സോ ഒഴിവാക്കേണ്ടതിൽ -2 ഒഴിവാക്കിയാൽ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോ -2 നമുക്ക് ഉത്തരത്തിൽ ഉൾപ്പെടുത്തണം. -2 ഒഴിവാക്കാൻ പറ്റൂല. സോ R- ഓപ്പൺ -2 തൊട്ട് ഏത് വരെയാ? 6 വരെയാണ്. 6 എന്ത് ചെയ്യണം? ഒഴിവാക്കണം. സോ -2 to 6 എന്ന് പറയാം. അപ്പൊ ഇതാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. R- എന്നുള്ള മോഡലാണെങ്കിൽ നമുക്ക് ഇത് ഉത്തരം പറയാം. സോ നമ്മൾ ഏതാണ് ഉത്തരം? ഇവിടെ ഓപ്ഷൻ -2 to 6 വരുമ്പോൾ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ മക്കളെ?